പരാതിക്കാരൻ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റ്യൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷിൻഡോ, താങ്കൾ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? കേസ് എടുത്തിട്ടുണ്ടോ? പരാതി ഇപ്പൊ നൽകിയിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം പറയാം. പരാതി നൽകിയിട്ടുണ്ട്. അതിന്റെ അക്നോളജ്മെന്റ് റെസിപ്റ്റ് ലഭിച്ചിട്ടുണ്ട്. പിന്നെ പോലീസുകാർ അവര് അന്വേഷണം തുടങ്ങട്ടെ. ഇതിന്റെ പ്രാഥമിക അന്വേഷണം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു SHM ഇവിടെ എല്ലാവരും തിരക്കിലാണ്. അമിത്ഷാ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയിലൊക്കെയാണ്. അപ്പൊ അവർ വന്ന് അന്വേഷണം, അവരുടെ പ്രാഥമിക അന്വേഷണം നടത്തട്ടെ. എങ്ങനെയായാലും പരാതി കൊടുത്തിട്ടുണ്ട്, അക്നോളജ്മെന്റ് കിട്ടിയിട്ടുണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് പരാതി. ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തായിരുന്നു ഒരു പ്രതികരണം ഉണ്ടായിരുന്നത്? ഇല്ല, മെയിലായിട്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? തുടർ നടപടികളായി മുന്നോട്ട് പോകാം. ഇത്ര നീചമായ പ്രവൃത്തി വന്നിട്ട് പിന്നെ നമ്മൾ പരാതി കൊടുത്തിട്ട് മാറിയിട്ടില്ലല്ലോ, അതുമായി മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ഈ പറയുകയാണെങ്കിൽ രാഹുൽ ആദ്യമേ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, മാധ്യമങ്ങളോടക്കം ഈ പ്രസ് മീറ്റിലടക്കം പരാതി കിട്ടിയിട്ടില്ലല്ലോ, എന്നെയാണോ പറഞ്ഞതെന്ന് അറിയില്ലല്ലോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ താങ്കളത് റിട്ടേൺ ആയിട്ട് തന്നെ പരാതി നൽകിയിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതന്നെ, അദ്ദേഹം അങ്ങനെ തന്നെ കേസ് എന്ന് പറഞ്ഞിട്ടല്ലേ കുറെ നാളായില്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേസ്. അപ്പൊ പരാതി വന്നു. ഇപ്പൊ ഇത്രയും നാള് നവമാധ്യമങ്ങൾ ആയിരുന്നു വന്നത്, ഇപ്പൊ മെയിൻ സ്ട്രീം മീഡിയാസും ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ കഴമ്പുണ്ട്. എനിക്കൊന്ന് അവരുടെ മുന്നണിയിൽ നിന്ന് തന്നെ പ്രസ്താവനകൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനത്തെ ഒരു പരാതി ലഭിച്ചില്ല പറയുന്നത്. ആ സമയത്ത് തന്നെ അദ്ദേഹം രാജിവെച്ചല്ലോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത്. അതൊക്കെ തന്നെ വ്യക്തമാണല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ട്, അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർക്ക് അറിയാം. അത് ഇത്രയും നാൾ മൂടി വെച്ചു. പക്ഷെ ഇനി ചുമന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് ഒരു സമൂഹത്തിന് മാതൃക കാണിക്കേണ്ട ഒരു വ്യക്തിയല്ല അദ്ദേഹം. MLA ആണ്. അതോടൊപ്പം തന്നെ ഒരു കേരളത്തിലെ ശക്തമായ ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനും കൂടിയാണ്. അതിന്റെ ഒരു മാന്യത അയാൾ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ശരി, വളരെ നന്ദിയുണ്ട് അഡ്വക്കേറ്റ് ഷിൻഡോ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.